എന്തരോ പറഞ്ഞു പുലമ്പിക്കാണ്ട് നടക്കുകയാണ്. ഇവനെ കണ്ടു നിന്നാൽ ശരിയാവില്ല, പൊകളയാം. മാമോ, മാമ എന്താടാ നിങ്ങൾ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോണത്? നിന്നെ കണ്ടിട്ട് എന്തൊരു ചെറുപനി ഞാൻ മിണ്ടണത്? ഞാൻ എന്തൊരു കുറ്റം ചെയ്ത്? നിന്റെ അമ്മാച്ചൻ നിന്റെ ഭാര്യയുടെ അച്ഛനുമായിട്ട് എന്തരടാ നിനക്ക് പ്രശ്നം? അങ്ങനെ പേരെന്തിര്? അങ്ങനെ പേര് അപ്പക്കുട്ടൻ. അതാ അങ്ങാടി ചെയ്ത കുഴപ്പം. മാമ ഇന്നലെ അങ്ങനെ രാവിലെ വീട്ടിൽ വന്നിരുന്നു. ആ വീട്ടിൽ വരില്ലേ, മക്കളെയും പിള്ളേരെയും കാണാൻ വരൂല്ലേ? ഞാൻ ഗാറ്റിൽ അവിടെ വെച്ചപ്പോ എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, എടിയേ എന്റെ മാമ അപ്പുമാമൻ വന്നെന്ന് പറഞ്ഞു. എടാ അതിന് കുഴപ്പമെന്തരടാ? അങ്ങനെ കേട്ടെന്തിര്? എന്തരെന്ന്? പപ്പുമോൻ വന്നെന്ന്. എങ്ങനെ പപ്പുമോനാ? എടാ അങ്ങനെ ആരെങ്കിലും വിളിക്കോടാ? ഞാൻ അങ്ങനെയല്ലേ വിളിച്ചോ, അപ്പുമാമൻ എന്നാണ് ഞാൻ വിളിച്ചത്. അങ്ങനെ കേട്ടത് പപ്പുമോനെന്നാ? അങ്ങനെ ഒരു കാങ്കടത്തുകാരല്ലേ? അതിന് ഏതെങ്കിലും കാങ്കടത്തുകാരന്റെ മുഖത്ത് നോക്കി പപ്പുമോനെന്ന് പറഞ്ഞ അങ്ങാരക്ക് ഇഷ്ടപ്പെടുവോടാ? അങ്ങനെ ദേഷ്യത്തിൽ ഓടി വന്ന് എന്റെ ഉടുപ്പോടെ ഇങ്ങനെ പിടിച്ചിട്ട് പറയില്ലേ, നിനക്കൊരു ക്യാഷ് ഉണ്ടല്ലോ, നിന്നെ പിടിച്ച് ജയിലിലെത്തേണ്ടത്. അയ്യോ അങ്ങനെ പറഞ്ഞാ? മാമ ഞാൻ ഇവിടെ എന്റെ വിധം അങ്ങ് മാറി മാമ. എന്നിട്ട് ഞാൻ തിരിച്ചു ഉടുപ്പിക്കാരെ പിടിച്ചു. അങ്ങനെ ഉന്തും തള്ളുവായി. ഓടിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് അവള് വന്ന് പിടിച്ചു മാറ്റിയോ അമ്മ. അങ്ങനെ എന്നിട്ട് ഇപ്പൊ എന്തരായി? അങ്ങനെ ഇറങ്ങിപ്പോയി. ഓഹോ, ഇപ്പോഴും ഉടക്കം വഴക്കിലും നിൽക്കുക തന്നെ. ഞാൻ കണ്ട ഇനി മിണ്ടൂല തന്നെ. ഓ ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ ഞാൻ ഒരു പോസ്റ്റ് കണ്ടടാ. എന്റെ ഭാര്യയുടെ അച്ഛൻ അപ്പുമാമൻ എന്നോടൊപ്പം ചേർന്നിട്ട് 24 വർഷം എന്നുള്ള നിന്റെ പോസ്റ്റ്. നീ നിന്റെ മാമനെയും കെട്ടിപ്പിടിച്ച് ഉമ്മം വെച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ അതെവിടെ വെച്ചെടുത്തത് ഫോട്ടോ? അത് എവിടെ വെച്ചായിരുന്നാലും നിങ്ങൾ തമ്മിൽ അടിയെന്നല്ലേ പറഞ്ഞത്? മാമ അത് കേരളത്തിൽ വെച്ചെടുത്ത ഫോട്ടോ അല്ല. പിന്നെ എവിടെ വെച്ച്? അത് കന്യാകുമാരി വെച്ചെടുത്ത ഫോട്ടോ അല്ലേ? അത് കന്യാകുമാരി ചെല്ലുമ്പോ അടികളൊക്കെ അങ്ങ് മറക്കുവോ? എന്റെ മാമ നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നല്ല ഒരു പാർട്ടിക്കാരല്ലേ നമ്മള്. ഓ കേരളത്തില് മാത്രമേ നിങ്ങൾ ശത്രുക്കളായിട്ടുള്ളൂ? ഇവിടെ മാത്രം 2 പാർട്ടിക്കാർ നമ്മള്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മാച്ചനും ചാടാറിനായിട്ട് കഴുത്തി കൈയിട്ട് നടക്കും അല്ലേ? എങ്ങനെ അമ്മാച്ചനും ചാടാറണം? എന്റെ മാമ അവിടെ ചെന്ന് അമ്മാച്ചനും ചാടാറണമെന്നും അല്ല. പിന്നെന്തരേ? നമ്മള് മച്ചമ്പി മച്ചമ്പി അല്ലേ? ഓ കേരളം വിട്ടാ നിങ്ങൾ മച്ചമ്പി മച്ചമ്പി. പിന്നല്ലാതെ. അയ്യോ കൈക്കെന്തര് പറ്റിയടാ? ഉടക്കുമല്ലോ പറ്റിയ? മാമ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ മാമ. അതിന് നീ വലത് കൈയല്ലേടാ ചുരുട്ടി വച്ചേക്കുന്നെ? ഇപ്പഴാ? ഇപ്പൊ ഇടത് കൈയായി. എന്തരെ കാര്യം എന്തരെ? മാമ ഇടതുണ്ടെങ്കിൽ ഇന്ത്യ ഉള്ളൂ മാമ. എടാ അതൊക്കെ വെറും തള്ളു വർത്താനം അല്ലേ? തള്ളു വർത്താനം. ആര് പറഞ്ഞു തള്ളു വർത്താനം? ഷാജി പറഞ്ഞു. നമ്മളെ ഷാജി എന്തായിരുന്നു? ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ. എന്തൊരു തള്ളാടോ ഇത്. കേരളമുണ്ടെങ്കിലേ CPM ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞ അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പറയാ? എടാ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ ഇപ്പം, ബാക്കി എല്ലായിടത്തും തിട്ടമട്ട ആയല്ലേ? എന്റെ മാമ നമ്മൾ രാജ്യമെമ്പാടും കിടക്കല്ലേ? അയ്യോ എവിടെ? ഏത് രാജ്യത്തടാ? ക്യൂബയിലുണ്ടാ? റഷ്യയിലുണ്ടാ? ചൈനയിലുണ്ടാ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അടുത്ത വണ്ടി പിടിച്ച് നിന്റെ മുഖ്യന്റെ അടുത്ത് അങ്ങ് ക്യൂബയിലോട്ട് പോവാൻ പറ. അവിടെ ഒരു പ്രധാനമന്ത്രിയുടെ ഒഴിവുണ്ടെന്ന് പറയാനായിട്ട്. നിങ്ങളൊരുമാതിരി കളിയാക്കല്ലേ മാമ? കളിയാക്കിയതല്ലടാ, സത്യമായിട്ടാണ് മാമൻ പറയുന്നത്. എന്തരൊക്കെ പറഞ്ഞാലും നിന്റെ മുഖ്യനും മുഖ്യമന്ത്രിയുടെ മോള് വീണയും ഇപ്പൊ അകത്താവും. അതാര് പറഞ്ഞു മാമ? അത് നമ്മളെ ഷായി എന്നെ പറഞ്ഞെങ്കിലേ. അടുത്ത കാലത്ത് വീണ അറസ്റ്റിലാവും. അപ്പൊ പിഞ്ഞ ന്യായം പറയരുത്. അമ്മോശനും രാജിവെക്കണം, മരുമോനും രാജിവെക്കണം. മനസ്സിലായിക്കോങ്ങള്. ഒരു പടി ഒറ്റ പടിയിൽ തീരുള്ള 2 എണ്ണം പൊട്ടണം. എടേ പ്രാട്ടിയേ ഇങ്ങോട്ട് നോക്കടാ. മിക്കവാറും PV മോളും ഉടനെ അകത്താവും. എന്റെ മാമ ഈ PV നമ്മളെ സഖാവല്ല. എന്തരേ? ഈ PV നമ്മളെ സഖാവല്ലാന്ന്. ശരി, PV നിങ്ങളെ സഖാവല്ലാന്ന് വെച്ചോ? വെച്ച്. ഈ വീണ PVയുടെ മോളല്ലാന്ന് പറയാൻ പറ്റുമോടാ? എന്തിനാമ? വീണ PVയുടെ മോളല്ലാന്ന് പറയാൻ പറ്റുമോ? തന്നെ.